എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നല്ല രാവിലെയിലേക്ക്, ഒരു പുതിയ വാർത്താ ദിനത്തിലേക്ക്, സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് പതിവുപോലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ച വന്നെത്തിയിരിക്കുകയാണ്. വീണ്ടും തിരക്ക് പിടിച്ച ഒരു വീക്കിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് ഓഫീസിലും കുട്ടികളൊക്കെ സ്കൂളിലും കോളേജുകളിലും ഒക്കെ പോകാനുള്ള ഒരു തിരക്കിലായിരിക്കും, തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ അതിനിടയിൽ നമുക്ക് വാർത്തകളൊക്കെ കണ്ടു പോകാം. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസമാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നമ്മൾ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വിശദാംശങ്ങളിലേക്കും എത്തുന്നതിന് മുമ്പ് രാവിലെയിൽ പതിവ് പോലെ പ്രാദേശിക വാർത്തകളാണ് ആദ്യം നോക്കുന്നത്. നോക്കാം നാട്ടിലെന്തുണ്ട്. കായകൽപ്പ പുരസ്കാര നേട്ടം കൈവരിച്ച് ഷൊർണൂർ കുളപ്പുള്ളി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ജില്ലയിലെ ഏറ്റവും മികച്ച നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന 2 ലക്ഷം രൂപയുടെ പുരസ്കാരമാണ് ഇത്തവണ കുളപ്പുള്ളി ആതുര സേവാലയത്തെ തേടിയെത്തിയത്. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. കായകൽപ്പ പുരസ്കാര മാനദണ്ഡത്തിൽ 91.3% മാർക്കാണ് ആശുപത്രി നേടിയത്. 88.2% മാർക്ക് നേടി കിഴക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം 2ാം സ്ഥാനവും 85 മാർക്ക് നേടി കപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവർക്ക് 50,000 രൂപയാണ് അവാർഡ്. ഷൊർണൂർ നഗരസഭയിലെ കുളപ്പുള്ളി അർബൻ ഹെൽത്ത് സെന്ററിന് ഈ വർഷവും കായകൽപ്പം അവാർഡ് ലഭ്യമായി. 2 ലക്ഷം പ്രൈസ് മണിയും അതുപോലെ അതിൻ്റെ മികച്ച ഹെൽത്ത് സെൻ്ററിനുള്ള പുരസ്കാരവും വിതരണം ചെയ്യപ്പെടും. കഴിഞ്ഞ വർഷം ഇതേ ഹെൽത്ത് സെൻ്ററിന് സംസ്ഥാനത്ത് 2ാം സ്ഥാനം ഉണ്ടായിരുന്നു. മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 15 ജീവനക്കാരുള്ള പ്രാഥമിക കുടുംബാരോഗ്യം കഴിഞ്ഞ വർഷം 2ാം സ്ഥാനവും കരസ്ഥമാക്കിയിരുന്നു. ന്യൂസ് 18 ഷൊർണൂർ. പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലാണ് നിലമ്പൂരെ പൂക്കോട്ടുപാടത്തെ നിവാസികൾ. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ജനവാസ മേഖലയിലൂടെ പകൽ സമയത്തും തീറ്റ തേടി ഇറങ്ങുകയാണ് കരടി. അമരമ്പലം പഞ്ചായത്തിലെ TK കോളനി ആന്റണിക്കാട്ടിലാണ് ജനവാസ മേഖലയിലൂടെ കരടി തീറ്റ തേടി ഇറങ്ങിയത്. 2 മാസത്തിലധികമായി പ്രദേശത്ത് രാത്രിയിലെത്തി നാശനഷ്ടം വരുത്തിയിരുന്ന കരടി പകൽ സമയത്തും പുറത്തിറങ്ങി തുടങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി. ശനിയാഴ്ച വൈകിട്ടാണ് മേനോൻപറമ്പിൽ ജെറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് പൂക്കോട്ടുംപാടം TK കോളനി റോഡ് മുറിച്ചു കടന്ന് കരടിയെത്തിയത്. കൃഷിഭൂമിയിലൂടെ സഞ്ചരിച്ച കരടി ചിതൽക്കൂട് നശിപ്പിച്ച് അതിൽ നിന്ന് ചിതലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടുത്തെറിഞ്ഞാണ് കരടിയെ ഓടിച്ചതെന്നും ജെറീഷ് പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്നിട്ട് പോലും, അത് ഓടിക്കാൻ വേണ്ടി കല്ലെടുത്തെറിഞ്ഞിട്ട് പോലും പുള്ളി വളരെ കൂളായിട്ട് അവിടെ കണ്ട ഒരു ചതൽപ്പുറ്റൊക്കെ മാരി തിന്ന് ഒന്ന് എടുത്തു, വലിച്ചെടുക്കുന്ന പോലെയൊക്കെ എടുത്തിട്ട് കൂളായിട്ട് നടന്ന് പുഴയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പേടിച്ചാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിനെ ലൈവായിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു പേടി തന്നെയാണ്. വനം RRT ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴും കൃഷിയിടത്തിൽ കരടിയെ കണ്ടു. തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് കരടിയെ ഓടിച്ചത്. മാസങ്ങളായി പ്രദേശത്തെ അമ്പലങ്ങളിലെത്തി എണ്ണ, നെയ്യ്, ശർക്കര എന്നിവ ഭക്ഷിച്ച് മടങ്ങുന്നത് പതിവായിരുന്നു. ഒപ്പം ചില വീടുകൾക്ക് ഉള്ളിലേക്ക് കയറാനും ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് കരടിയെ പിടികൂടാൻ കെണി ഒരുക്കിയെങ്കിലും ഇതിൽ കയറാതെ വീണ്ടും ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്നു. കൂടുതൽ കെണികൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ന്യൂസ് 18 തിരൂർ. വയോധിക മാത്രമുള്ള സമയം KCB ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന എത്തിയ അജ്ഞാതൻ വീട്ടിലെ ഫ്യൂസ് ഊരിയതായി പരാതി. ഇടുക്കി രാജകുമാരിയിലാണ് ഈ സംഭവം. ജീവനക്കാരെ അയച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും KCB അറിയിച്ചു. രാജകുമാരി ഷല്ലിയിൽ സിബിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധമാണ് കഴിഞ്ഞ ദിവസം വിച്ഛേദിച്ചത്. 72 വയസ്സുകാരിയായ സിബിയുടെ അമ്മ അന്നമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം. KCB ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി കാക്കി വസ്ത്രം ധരിച്ചെത്തിയ അജ്ഞാതൻ ബില്ലടയ്ക്കാത്തതിനാൽ ഫ്യൂസ് ഊരുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. പണമടച്ചെന്ന് പറഞ്ഞെങ്കിലും ഫ്യൂസ് ഊരിക്കൊണ്ടു പോവുകയായിരുന്നു. പൈസ അടച്ചെന്നാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. പട്ടണ പറഞ്ഞു 3 പ്രാവശ്യം പറഞ്ഞ് പൈസ അടച്ചതാന്ന്. അടച്ചതാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേഗം തന്നെ ഇവിടെ വന്ന് ഇങ്ങോട്ട് വന്നു. അത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാനും വന്നപ്പോൾ കാലും കൊണ്ട് പയ്യെ നടക്കാവുള്ളൂ. വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് അപ്പോൾ കടലാസൊന്നും തന്നില്ല, ഇണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അപ്പുറം വീട്ടിൽ ചെന്നു, അവിടെ ഉണ്ടോയെന്നറിയാൻ. അവിടെ ഇല്ല. പിന്നീട്
കുടുംബാംഗങ്ങളെത്തി രാജകുമാരി KCB ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസിൽ നിന്നും ആളെ അയച്ചിട്ടില്ലെന്ന് അറിഞ്ഞത്. ഇവിടുന്ന് ആരും വന്ന് ഫീസ് ഊരിയിട്ടില്ല, ഇവിടുന്ന് ആരും ഞങ്ങൾ വിട്ടിട്ടുമില്ല. നിങ്ങൾ കാരണന്മാരായിരിക്കും ഊരിയെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. കാരണന്മാർ ഊരാൻ ഞങ്ങൾ 70 പൈസ കാരണന്മാർ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരുന്നത് അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞു. പുള്ളി ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെയ്യും. മര്യാദയില്ലാത്ത രീതിയിലാണ് നമ്മളെ ഒരു കളിയാക്കുന്ന രീതിയിലാണ് പുള്ളി അത് എന്നോട് സംസാരിച്ചത്. സംഭവം KCBയിൽ അറിയിച്ചിട്ടും ഒരു ദിവസം കഴിഞ്ഞാണ് ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. നിലവിൽ അത് പരിശോധിച്ചപ്പോഴത്തേക്ക് അത് നമ്മുടെ ജീവനക്കാർ അവിടെ ഡിസ്കണക്ഷൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. കാര്യം വെച്ചാൽ അതിന് നേരത്തെ പൈസ അടച്ചു പോയതാണ്. നിലവിൽ അതിനകത്ത് നമ്മുടെ DC ലിസ്റ്റ് വരാത്തതായിരുന്നു. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത്, ശരിക്കും എന്താണ് കാര്യം സംഭവിച്ചെന്നുള്ളത് ശരിക്കും അറിയത്തില്ല. അത് പരാതി പരിഹരിച്ച് അവരിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ സപ്ലൈക്ക് റീകണക്ഷൻ അത് സപ്ലൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫീസ് അവിടെ ഇല്ലായിരുന്നു, വേറെ ഫീസ് കൊണ്ടിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് KCB അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. ആദ്യം ടാർ ചെയ്തു, പിന്നീട് അത് പൊളിഞ്ഞു, റീടാറിംഗ് ചെയ്തു, ഇപ്പോൾ അതും പൊളിഞ്ഞിരിക്കുകയാണ്. തൃത്താലയിലെ ഒരു റോഡ് വലിയ പ്രതിഷേധമുയരുന്നു. നമുക്ക് നോക്കാം എന്താണ് സംഭവമെന്ന്. 10 ലക്ഷം രൂപ വകയിരുത്തി റീടാറിംഗ് നടത്തിയ റോഡ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും തകർന്നിരിക്കുകയാണ്. പാലക്കാട് തൃത്താല കുമ്പിടി യൂണിയൻ ഷെഡ് ഹൈസ്കൂൾ റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടത്. റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധവും ശക്തമായി. പാലക്കാട് തൃത്താല ആനക്കര പഞ്ചായത്തിലെ കുമ്പിടി യൂണിയൻ ഷെഡ് ഹൈസ്കൂൾ റോഡാണ് റീടാറിംഗ് നടത്തി മാസങ്ങൾക്കുള്ളിൽ തകരാൻ തുടങ്ങിയത്. റോഡിന്റെ പല ഭാഗങ്ങളിൽ ടാർ ഇളകിപ്പോയി കുഴികൾ രൂപപ്പെട്ടു. വർഷങ്ങളായുള്ള റോഡ് തകർച്ചയ്ക്ക് പരിഹാരമായതോടെ ഏറെ ആശ്വാസകരമായിരുന്നു പ്രദേശവാസികൾക്ക്. എന്നാൽ 2 മാസം പിന്നിട്ടപ്പോഴേക്കും തകർച്ച വീണ്ടും തുടങ്ങി. 2 സൈഡിലും കാവില്ലാത്ത ആ കുന്നിന്റെ മുകളിൽ വരുന്ന വെള്ളം മുഴുവൻ ഒലിച്ചു വരുന്ന 2 സൈഡും. ഇപ്പൊ കോൺട്രാക്ടർമാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിപ്പോ റോഡിന് ഫണ്ട് വെച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടാണ്. ആ ഫണ്ട് ഇപ്പൊ ഒരു മാസത്തിന്റെ ഉള്ളിൽ, ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വർക്ക് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കേടുവരൽ കഴിഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയാണ് റോഡിനായി വകയിരുത്തിയത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. ഓവുചാലില്ലാത്തത് മൂലം കുന്നിൻ മുകളിലെ മഴവെള്ളം ശക്തമായ രീതിയിൽ ഒഴുകിയെത്തിയതും റോഡ് തകരാൻ കാരണമായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 തൃത്താല. കായംകുളം നഗരസഭാ പരിധിയിലെ 2 ആശുപത്രികൾ സ്വന്തം കെട്ടിടത്തിന്റെ പോരായ്മയെ തുടർന്ന് പ്രവർത്തനം മാറ്റിയതോടെ വാടക ഇനത്തിൽ നഗരസഭ നേരിടുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. 30 സെന്റ് സ്ഥലം സ്വന്തമായുള്ള ഹോമിയോ ആശുപത്രി പരിസരം വെള്ളക്കെട്ടായതോടെയാണ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നത്. കൊച്ചുകുളങ്ങരയിലെ 100 കണക്കിന് രോഗികൾക്ക് ആശ്രയമായിരുന്ന ആയുർവേദ ആശുപത്രി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രവർത്തനം മാറ്റിയിട്ട് 2 വർഷത്തിലേറെയായി. ഹോമിയോ ആശുപത്രി OP യൂണിറ്റ് 1 വർഷം മുൻപ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ IP വിഭാഗവും ഇതേ കെട്ടിടത്തിലേക്ക് മാറ്റി. നാട്ടുകാർ പണം സമാഹരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രിക്ക് സ്ഥലം വാങ്ങിയത്. OP വിഭാഗം കെട്ടിട നിർമ്മാണത്തിന് MLA ആയിരുന്ന MM ഹസൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപയും IP കെട്ടിട നിർമ്മാണത്തിന് MP ആയിരുന്ന വയലാർ രവി 20 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. നഗരസഭ മെയിന്റനൻസ് ഗ്രാന്റ് പ്രകാരമുള്ള തുക ചെലവഴിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് ആശുപത്രി പരിസരം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്ന് ആക്ഷേപവുമുണ്ട്. കൊറ്റംകുളങ്ങരയിലെ ആയുർവേദ ആശുപത്രി ഇപ്പോഴത്തെ കെട്ടിടത്തിൽ പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പുനരുദ്ധരിക്കാൻ ശ്രമിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലൂടെ 11 kV വൈദ്യുതി ലൈൻ പോകുന്നുണ്ട്. അതിനാൽ മുകളിലത്തെ നിലയുടെ മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഈ ആശങ്കകൾക്കിടയിലും നഗരസഭ 30 ലക്ഷത്തിലേറെ രൂപയാണ് ആശുപത്രി കെട്ടിടം പുനരുദ്ധരിക്കാനായി ചെലവഴിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. കട്ടപ്പന KSRTC ജംഗ്ഷൻ വെട്ടിക്കുഴി കവല റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകടക്കേണിയായി റോഡരികിലെ ഒരു കലുങ്ക്. ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെടുന്നതായാണ് പരാതി. മുനിസിപ്പാലിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ട് അടിയന്തരമായി പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന വെള്ളിയാംകുടി KSRTC ജംഗ്ഷനിൽ നിന്നും വെട്ടിക്കുഴി കവലയ്ക്ക് സമീപത്തെ റോഡിലാണ് കലുങ്ക് അപകട ഭീഷണിയായി മാറിയത്. ഈ കലുങ്കിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തിയുമുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലായി 2 അടി വീതിയിലും 6 അടി താഴ്ചയിലുമുള്ള വലിയൊരു ഗർത്തവുമുണ്ട്. ഇതിന് സമീപം കാടുകയറി നിൽക്കുന്നതിനാൽ പലപ്പോഴും വാഹനമോടിക്കുന്നവർക്ക് റോഡ് വക്കിലെ കുഴി കാണാൻ കഴിയാറില്ല എന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. ഇതുപോലത്തെ കെട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കെട്ടില്ലാത്തതുകൊണ്ട് വരുന്നു. ഇന്നാളും 2 പ്രാവശ്യം സ്കൂട്ടുകാരൻ താഴെ പോയി. ഇതിപ്പം
മൂന്നാമത് പ്രാവശ്യം ഇത് കെട്ടില്ലാത്തത് തന്നെ സൈഡ് കെട്ട് ഈ വളവും ഓവർ സ്പീഡ് വരുമ്പോഴാണ് വളവ് തിരിയാതെ വരുന്നത്. കഴിഞ്ഞ ദിവസം ബൈക്ക് കുഴിയിൽ വീണ ഒരാൾക്ക് പരുക്കേറ്റു. ബൈക്ക് പൂർണ്ണമായും നശിച്ചു. ഈ ഭാഗത്ത് റോഡിന് വീതി കുറവാണ്. 2 വളവുകൾ ചേർന്നുള്ള ഭാഗമായതിനാൽ വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കുക. പൊതുമരാമത്ത് വകുപ്പും മുനിസിപ്പാലിറ്റിയും ഇടപെട്ട് റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് വാടാനം കൃഷിയിലെ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി 4 വർഷം പിന്നിട്ടിട്ടും ഇഴയുന്നതിൽ വലഞ്ഞ് ജനം. 10 ദിവസത്തേക്ക് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത്. വാഹന ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലാണ്. 1 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞ് നിർമ്മാണം ആരംഭിച്ച പാലക്കാട് വാടാനം കൃഷി റെയിൽവേ മേൽപ്പാല നിർമ്മാണം 4 വർഷം കഴിഞ്ഞിട്ടും പാതി വഴിയിലാണ്. ഇതോടെ പ്രദേശത്തെ റോഡുകൾ തകരുകയും ദൈനംദിനം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയുമാണ്. കൂടാതെ വാഹന അപകടങ്ങളും നിത്യസംഭവം. പല ബസ്സുകളുടെ ബാക്ക് പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഈ കുഴികളിൽ ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ അടി തട്ടിയിട്ട് സ്കൂൾ കുട്ടികളെ കയറ്റണം. ഒരു സ്റ്റോപ്പിൽ വരെ നിർത്താതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ കയറ്റിയിട്ട് സമയത്ത് ഇത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ഏറെക്കാലത്തെ സമരത്തിനൊടുവിലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രധാന പാതയിൽ മന്ദഗതിയിലാണ് ജോലികൾ നടക്കുന്നത്. 2 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടവർ 20-ലധികം കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഈ സാഹചര്യത്തിലാണ് കാൽനട യാത്രക്കാരെയും ചെറുവാഹനങ്ങളെയും കടത്തിവിടണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. സർവീസ് റോഡിന്റെ നിർമ്മാണത്തിനായി 10 ദിവസം പാത പൂർണ്ണമായും അടച്ചാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളും വയസ്സായവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമാകും. നിലവിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് അപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. മഴയുള്ള സമയത്ത് ജനങ്ങൾക്കിത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇവരൊരു പണിയെടുക്കില്ല. ഇപ്പോൾ 2 ദിവസം അവധി കിട്ടി. ആ 2 ദിവസം അവധിയിലൂടെ ഒരു പണി നടന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ മൊത്തം അടങ്ങറായി. രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റിയിട്ടില്ല. പല കുട്ടികളും ഇന്ന് നടന്നു പോകുന്നത് ഞങ്ങൾ എത്ര രണ്ടാമത്തെ ചാരി വരുമ്പോൾ വഴിയിൽ കണ്ടതാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കിഫ്ബി വഴി 34 കോടി രൂപ ചിലവഴിച്ചാണ് വാടാനം കൃഷി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച അധികൃതർ. നിലവിൽ സർവീസ് റോഡിന് അനുമതിയിൽ നിന്നും വാഹനങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് റോഡിന് അനുമതി നൽകാത്തത്. മലപ്പുറം വളാഞ്ചേരി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ വട്ടപ്പാറയിൽ സർവീസ് റോഡ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. എന്നാൽ വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം. സർവീസ് റോഡ് പ്രാവർത്തികമായാൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുമെന്ന സാധ്യത കണക്കിലെടുത്താണ് തീരുമാനമുള്ളത്. വട്ടപ്പാറയിൽ നിന്നും താഴേക്കിറങ്ങുന്ന സമയം വാഹനങ്ങൾക്ക് വേഗത കൂടാൻ ഇടയാകുമെന്നും ഇത് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് നിഗമനം. ദേശീയപാത അധികൃതർക്ക് നാട്ടുകാർ റോഡുമായി ബന്ധപ്പെട്ട് പെറ്റീഷൻ നൽകിയിരുന്നു. കൂടാതെ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ കൂരിയാട്ടെ അപകടത്തിന് ശേഷം നിർമ്മാണ കമ്പനി പല ഭാഗങ്ങളിലും റോഡിന്റെ പണികൾ സൂക്ഷ്മമായാണ് ചെയ്തു വരുന്നത്. മണ്ണിന്റെ ഗതിയിലെ വ്യത്യാസമാണ് സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്ന് സ്ഥലം സന്ദർശിച്ച പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. സാങ്കേതിക പ്രശ്നങ്ങൾ അനവധിയുള്ളതുകൊണ്ടാണ് സർവീസ് റോഡ് നിർത്തലാക്കാൻ കാരണമെന്നുമാണ് പ്രൊജക്ട് നൽകുന്ന വിവരം. എന്നാൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. ഇപ്പോൾ ഈ ഓടിയൽ പാലത്തു നിന്നുള്ള ആക്സസ് നിന്നും ആ ഒരു റോഡിലൂടെ മാത്രമാണ്. വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് റോഡിന് ഉപരിയായിട്ട് പെരിന്തൽമണ്ണ റോഡ് അതുപോലെ പട്ടാമ്പി റോഡ് എന്നുള്ള ലേക്ക് വളാഞ്ചേരിയിലൂടെ ഇറങ്ങേണ്ട ഒരു ആക്സസ് കൂടിയാണ് ഈ സർവീസ് റോഡ് എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമര സന്നാഹവുമായിട്ട് ഈ ആക്ഷൻ സമിതി മുന്നോട്ട് പോകും. ഹൈവേ അധികൃതരുമായും നിർമ്മാണ കമ്പനിയുമായും ചർച്ചകൾ നടത്തി പുതിയ ഡിസൈൻ തയ്യാറാക്കുന്ന സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോഴും കൂരിയാട് ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ തീരുമാനമെടുത്ത് പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ നിലപാട്. ന്യൂസ് 18 തിരൂർ. തൃത്താലയിലെ വിവിധ മേഖലകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിൽ ആശങ്ക. വഴിയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും ഭീഷണിയാകുന്ന തരത്തിലാണ് ഇവിടെ തെരുവുനായ്ക്കളുടെ വർധനവെന്ന് പരാതി ഉയരുന്നു. തൃത്താലയുടെ വിവിധ പ്രദേശങ്ങളിലാണ് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി വരുന്നത്. പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും ഗോഖലെ സ്കൂളിലേക്ക് പോകുന്ന റോഡിലെ സ്ഥിരം കാഴ്ചയാണ് ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭയന്നാണ് യാത്ര ചെയ്യുന്നത്.
വളർത്തുനായ്ക്കളെയും മറ്റ് മൃഗങ്ങളെയും തെരുവുനായ ആക്രമിക്കുന്നതും പതിവാണെന്നാണ് പരാതി ഉയരുന്നത്. തെരുവുനായ്ക്കൾ ശല്യമായി മാറിയതോടെ പ്രഭാത സവാരിക്ക് ഇറങ്ങാനും ആളുകൾ മടിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളുടെ മുന്നിൽ നായ്ക്കൾ ചാടി അപകടവും നിത്യസംഭവമാണ്. അലക്ഷ്യമായുള്ള മാലിന്യം തള്ളൽ തെരുവുനായ ശല്യം രൂക്ഷമാക്കുന്നുണ്ട്. ABC പ്രോഗ്രാം കാര്യക്ഷമമായി നടപ്പാക്കുക എന്നതാണ് പോംവഴിയെന്നിരിക്കെ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് 18 പട്ടാമ്പി. ചക്കക്കാലമായതോടെ ഇടുക്കി ചിന്നക്കനാലിലെ കൃഷിയിടങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചക്കക്കൊമ്പൻ. പ്ലാവ് കുലുക്കി ചക്ക പറിക്കുന്നതിനൊപ്പം കാർഷിക വിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. ചക്കക്കൊമ്പനെ കൂടാതെ മറ്റ് ആനകളും ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്നുണ്ട്. ചക്കയോടുള്ള കമ്പമാണ് ചക്കക്കൊമ്പൻ എന്ന പേരിന് തന്നെ കാരണം. ചക്കക്കാലമായാൽ ഒറ്റയാൻ ജനവാസ മേഖലയിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വളർത്തുനായ കുരച്ചു ചാടിയെങ്കിലും കൊമ്പൻ പിൻവാങ്ങിയില്ല. മണിക്കൂറോളം പ്രദേശത്ത് തമ്പടിച്ച കാട്ടാന പിന്നീട് ഇവിടെ നിന്നും അടുത്ത കൃഷിയിടത്തിലേക്ക് നീങ്ങി. പ്ലാവ് കുലുക്കിയും കുത്തിമറിച്ചും ചക്ക ഭക്ഷിക്കുക മാത്രമല്ല, ഏലവും വാഴയും അടക്കമുള്ള കൃഷിവിളകളും വ്യാപകമായി നശിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കക്കൊമ്പൻ മാത്രം നശിപ്പിച്ചത്. ഇതുകൂടാതെ മറ്റ് കാട്ടാനക്കൂട്ടങ്ങളും സിംഗകണ്ഠം, BL റാവു മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും നോക്കിയാലും രാത്രി നേരത്തിൽ ഒരു 10 മണിയാകുമ്പോൾ കറണ്ട് ഊരിക്കളയുക. വെളുപ്പിന് ഒരു 3-4 മണിക്കാണ് കറണ്ട് പിന്നെയും വരുന്നത്, ഇല്ലെങ്കിൽ 6 മണിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ രാത്രി നേരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചെയ്യാനും പറ്റത്തില്ല. ഇതേ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടേക്കുക, ഇത് അന്ന് കിടക്കുക, ഇത് ഒരു വണ്ടി പൊട്ടിച്ചിട്ടതാണ് കണേശമ്പി കിടക്കുക. അതുപോലും നോക്കാനായിട്ട് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നോക്കാനായിട്ട് ആളില്ല. പിന്നെ എന്ത് ചെയ്യാനാ? ചിന്നക്കനാൽ വാസികൾക്ക് ரொம்ப ബുദ്ധിമുട്ടാണ് ജീവിക്കാനായിട്ട്. കൈവശ ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ പല കർഷകർക്കും നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. പ്ലാവുകൾ വെട്ടിനീക്കുന്നതിന് കർഷകർ തയ്യാറാണെങ്കിലും കൈവശ ഭൂമിയിലെ മരം മുറിക്കുന്നതിനും അനുമതിയില്ല. അതേസമയം RRT സംഘത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും കർഷകർ ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടിരിക്കുകയാണ്. അനുകൂല കാലാവസ്ഥയിൽ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും സംയുക്തമായാണ് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ ഈ കൃഷി ഇറക്കിയത്. തൈ നടിയിൽ ചടങ്ങ് വലിയൊരു ഉത്സവമായിട്ടാണ് അവിടെ കൊണ്ടാടിയത്. ഓണവിപണിയിൽ പ്രതീക്ഷയർപ്പിച്ച് ചെണ്ടുമല്ലി തൈകൾ നട്ടിരിക്കുകയാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കും കൃഷിഭവനും. അനുകൂല കാലാവസ്ഥയിൽ സംയുക്തമായാണ് അംബേദ്കർ കോളേജിന് സമീപത്തായി ബാങ്ക് പാട്ടത്തിനെടുത്ത 2 ഏക്കറിൽ കൃഷി ഇറക്കിയത്. തൈനടിയിലിന്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ T. ഉമ്മർ കോയ ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് 3 ഹെക്ടർ സ്ഥലത്ത് വണ്ടൂർ പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മളൊരു 50,000-ഓളം ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഇവിടെ ഒരു 20,000-ഓളം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പലതരത്തിലുള്ള ചെണ്ടുമല്ലി കൃഷിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷി വകുപ്പിൻ്റെ എല്ലാ പിന്തുണയും ഇതിനുണ്ട്. ഈ ഒരു ഉദ്യമം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം, പേരിനുള്ള ഒരു തൊഴിലിന് അപ്പുറത്ത് രാവിലെ 8 മണിക്ക് എത്തിക്കൊണ്ട് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയും ജോലി ചെയ്തിട്ട് ഒഴിവുവേളകൾ അവരുടെ ചായയും ചോറുമൊക്കെ തിന്നുന്ന സമയം വളരെ കുറച്ചുകൊണ്ട് മുഴുവൻ സമയത്ത് അവരുടേതായ ഒരു കൃഷിയായിട്ടാണ് അവർ ഈ കൃഷി സ്ഥലത്തെ കാണുന്നത്. കയർ പിടിച്ചൊക്കെ നട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് അവരിവിടെ പ്ലാൻ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. വെള്ളയും മഞ്ഞയും ഗോൾഡും നിറത്തിലുള്ള ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അത്തത്തിന് 4 ദിവസം മുമ്പ് വിളവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷത്തോളം ചെലവിലാണ് പൂകൃഷി. ന്യൂസ് 18 തിരൂർ. അപ്പോൾ ഇനി നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം.